മോനെ നീ ഓക്കെ അല്ലേടാ? കൊണ്ടേ നിന്നെ നീ എവിടെടാ? ഹലോ അടിവേലിക്കോടെ വെൽക്കം. എന്താടാ അവന്മാരെന്താടാ? ഇവനോട് ഫ്രണ്ട് ഇവന്റെ ഫ്രണ്ടാണോ ബ്രോ? ഹലോ ബ്രോ ഹലോ സംസാരിക്കുന്നില്ല. ബ്രോ എന്താ മിണ്ടൂല്ലേ? ഹലോ ഹലോ ഹലോ, എന്തെങ്കിലും ഒന്ന് മൊഴിയണം. നമ്മൾ ഇത്രയും ആൾക്കാർ വന്നിട്ടൊന്ന് ചോദിക്കല്ലേ? ഏയ് ഹലോ മച്ചു. அப்படியே கன் ஃபைட் பண்ணும்போது ஏஃப்கே ഹലോ ഇങ്ങനെ സംസാരിക്കാൻ വന്നപ്പോ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ? ചൂട് കൊറേ കാലായിട്ട് ഇതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ? എന്താ ഇങ്ങനെ? ബ്രോ ഇങ്ങനെ നിന്നോടൊന്ന് അറിഞ്ഞൂടെ മച്ചാനെ? ആ സത്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞോടെ ബ്രോ? ബ്രോ ഹലോ ബ്രോ, കേക്കാവോ? ബ്രോ കേക്കാവോ ബ്രോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ചോദിക്കാണ്. എന്റെ കൂടെ ഹലോ ബ്രോ കേക്കാവോ? ഹലോ, ഇപ്പൊ എത്രയായി? വാണിംഗ് ആണേ. 1:45 വാണിംഗ് ആണേ ബ്രോ. ഹലോ, ഇത് അറിയുന്ന ആരാ കളിയാ? ഇത് അറിയുന്ന ആരാണ് തോന്നുന്നു എനിക്ക്. കോച്ച് ബാത്തുവിനെ വിളിച്ചു നോക്കിയോ? അവന്മാരെവിടെ കോച്ച്? അവന്മാരല്ലേ ഫ്ലീക്കലുണ്ടായിരുന്നെ? അതാരവിടെ? ധാരാളി വെടിവെക്കുന്നത്. ഇതൊക്കെ ആരും വെടിവെക്കുന്നത്? വേറെ ഷെയ്ക്കൊക്കെ അതല്ല ഇവൻ വാ തുറക്കുന്നില്ലല്ലോ. അവന്റെ പേരെന്താ? അടിച്ചു വന്ന് കത്തിച്ചാളവനെ മിണ്ടുന്നൊന്നുമില്ലല്ലോ. അല്ലെ നിർത്തി കത്തിക്കളി, അവൻ വേണി രക്ഷപ്പെട്ടു. നമ്മ സംസാരിക്കണ്ടൊക്കെ സംസാരിച്ചാളേ. സംസാരിച്ച് ഒക്കെ നമുക്ക് കുറ്റമല്ല. പെട്രോൾ ചോദിച്ചോ. എല്ലാരും ഒന്ന് മാറി. അടിച്ചാലോ? റേസ്മോണ്ട് ദൈവം അടിച്ചോടണമെന്ന് തോന്നുന്നു. എല്ലാം കഴിഞ്ഞ എടാ അവന്മാരൊരു റെഡ് ബ്ലാക്കിൽ മറ്റേ കൊറേ വരവരെയുള്ള പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അവന്മാരാണ് ഡ്രസ് ചെയ്തായിരുന്നു അവന്മാരുടെ ഡ്രസ് ചെയ്തായിരുന്നു. പിന്നെ ഒരു നിയോൺ ലൈറ്റിന്റെ പോലത്തെ ഒരുത്തനും അതല്ലേ? சும்மா இல்ல இல்ல நான் இது பண்ணல. SRR എന്താ പരിപാടി? ബർത്ത്ഡേറ്റ് എന്തായാലും പരിപാടി? എന്ത് പരിപാടി? ഞാൻ എന്നാ ഇറങ്ങാം. നാളെ വരാം. നാളെ വരാം മന്ദാരം. രാവിലെ വാ. പരിപാടി ഇനിയിപ്പോ ഉണ്ടല്ലോടാ, ചലഞ്ച് ഉണ്ടല്ലോ. രാവിലെ
ഇവ റെസ്പോൺ ആവുന്ന അങ്ങോട്ട് അവിടെ ഞാൻ ഇറങ്ങും കേട്ടോ. എല്ലാവർക്കും ഉമ്മ. ബൈ ബൈ ഉമ്മ ഉമ്മ ടാറ്റാ. നീ എവിടെ പോടോ? ഇവ റീസ്പോൺ ആവുന്ന എങ്ങോട്ടാടാ ആർക്കും അറിയോ? ഹോസ്പിറ്റലല്ലേ വണ്ടിയും കണ്ടിട്ട് ആ ഗ്യാങ് വണ്ടി എങ്ങോട്ടാ പോയി? ഗ്യാങ് വണ്ടി എല്ലാവർക്കും വണ്ടിയായില്ലേ? വണ്ടിയില്ല. പാത്തുവിനെ വിളിച്ചിട്ട് ആരെയും ചോദിച്ചാ കോച്ച്? ചോദിച്ചു റൊസാരിയോ தான் അവിടെ இருந்து இது பண்ணது. ഇല്ല അവൾക്ക് അറിയത്തില്ല ഇവരെങ്ങോട്ടാ പോയി. നമ്പർ കാണുമല്ലോ കോച്ച്. അവൾക്ക് ചിലപ്പോ ഇതിന് ഇന്ന് പറ്റൂലടാ അളിയാ. ഞാൻ പറയാ ആരും പറയാം. നമുക്ക് നാളെ ഇതായിട്ട് എടുക്കാം അളിയാ. ആ നമുക്കറിയാം. നമ്മളോട് പറഞ്ഞായിരുന്നു സാർ അറിയാം. ആവശ്യമില്ല. നമ്മളെ SRR പറഞ്ഞായിരുന്നു അവന്മാര്. നമ്മളവന്മാരോട് ചോദിച്ചാൽ മതി കണക്ട്. ആ അതെ നാളെ അത് എടുക്കുന്ന കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? ആ അതെ. ഇവനെ അടിച്ചതിന് നമ്മൾ ഒരുത്തനെ കത്തിച്ചു വിട്ടല്ലോ. அது ரேண்டமா இருக்கலாம்னு நினைக்கிறேன். അവര് ഗ്യാങ്ങല്ലല്ലോ, അവർക്ക് സസ്പെൻഷൻ അല്ലേ. മാറി അപ്പൊ പിന്നെ ജുഗർ വന്നാൽ നാളെ എടുത്ത് ചോദിച്ചാ പോരെ? ഹലോ അത് 2 മണിയായില്ലേ? ആ അതെ 2 മണിയല്ലേ. അതാ പറഞ്ഞത്. നമ്മള് ചെയ്തോളാം. എന്തൊക്കെ നിങ്ങൾ ഇതെന്താ പഠിപ്പീരാണോ ഇതൊക്കെ? ഇല്ലാത്തോണ്ടാണ് ഈ പ്രശ്നം. എന്താണ് ഇതൊക്കെ? എന്ത് പറയാൻ ഇതിനൊക്കെ? നിങ്ങളോട് ഒരു 100 പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന വെച്ചാൽ എന്ത് ചെയ്യും നമ്മ? ഇപ്പൊ നമ്മള് 2 മണിക്ക് ഇപ്പൊ കണക്ടറായിട്ട് നിന്ന് കൊണയായ പോലും അത് മറ്റേ സേഫ് സോൺ ട്രിഗർ എന്ന് പറഞ്ഞിട്ട് അവരിതാക്കി മനസ്സിലായ. അതുകൊണ്ടാണ് അമ്മമാര് പറഞ്ഞത്. ജുഗർ പറയുന്നതായിട്ടില്ല നാളെ അടാ ഇതാ നാളെ എടുക്കാം കേട്ടാ. ഇനിയിപ്പോ എന്തെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് മറ്റേ ട്രിഗറിംഗ് ഒക്കെ പറഞ്ഞിട്ട് കാര്യം മനസ്സിലായ കേട്ടോ രാജൂടെ? ഓ നാളെ എടുക്കാം. പുറത്തൊന്ന് പറഞ്ഞേ.